ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു ദ ഡെയിലി ന്യൂസ് അനാലിസിസ്. അപ്പോൾ ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് സ്പോട്ട്ലൈറ്റിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ന്യൂസ് ഹെഡ്ലൈൻസ് ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് ന്യൂസ് ഹെഡ്ലൈൻ വന്നിട്ട് നമ്മുടെ എയർഫോഴ്സിനെ കുറിച്ചിട്ടാണ്. ദ എയർ പവർ യൂസ് ഡിസ്കോഴ്സ് ആൻഡ് ഓപ്പറേഷൻ സിന്ദൂർ. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് എയർഫോഴ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്തതിനെ കുറിച്ചും ഇപ്പോഴത്തെ കറണ്ട് എയർഫോഴ്സിൻ്റെ കേപ്പബിലിറ്റിയെ കുറിച്ചിട്ടുമാണ്. Then second news comes the headline schemes but Tamil Nadu's women deserve better. ഒരു വുമൻ സെൻട്രിക് സോഷ്യൽ ജസ്റ്റിസ് ആംഗിളിലുള്ള ന്യൂസാണ്. ദെൻ ഫ്രോണ്ടിയർ ഓഫ് പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ഉണ്ട്. ടൈം ഫോർ എ ന്യൂ ഇന്ത്യ ആഫ്രിക്കൻ ഡിജിറ്റൽ കോമ്പാക്ട്. ഒരു ഡിപ്ലോമാറ്റിക് ലെവലിലാണ്, ഇപ്പോൾ ഡിജിറ്റൽ ഡിപ്ലോമസിയാണ് ആക്ച്വലി വരുന്നത്. ദെൻ വൈ ഹാസ് തമിഴ്നാട് അഡോപ്റ്റഡ് എ സ്പേസ് സെക്ടർ പോളിസി. റീജിയൻ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പോളിസി അനാലിസിസ് ആണ്. നീഡഡ് ടു ഗോ ഫുൾ ത്രോട്ടിൽ ഓൺ ഇൻഡിജീനിയസ് ഡിഫൻസ് സിസ്റ്റം എക്സ് DRDO ചീഫ്. അപ്പം നമ്മൾ ഡിഫൻസ് സിസ്റ്റത്തിന് ഡിഫൻസ് ടെക്നോളജി ആസ്പെക്റ്റിൽ അതിൻ്റെ ഇൻഡിജിനൈസേഷൻ ഓഫ് ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. ദ മാക്സ് ഓഫ് ഹൗ ഇന്ത്യാസ് കോസ്റ്റ് ലൈൻ ലെന്തൻ വിത്തൗട്ട് ഗ്രെയിനിങ് ലാൻഡ്. അപ്പോൾ നമ്മൾ ജിയോഗ്രഫി റിലേറ്റഡ് ആയിട്ട് നമ്മൾ കോസ്റ്റ് ലൈൻ ബേസ്ഡ് ആയിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഇന്നത്തെ ഹെഡ്ലൈനിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഡിസ്കഷനിലോട്ട് പോകാം. മെയിനായിട്ട് ബ്രീഫിങ്ങും പിന്നെ പ്രിലിംസ് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂയിലുള്ള അനാലിസിസിലോട്ടും. ഓക്കെ, സോ ഫസ്റ്റ് ന്യൂസ് വന്നിട്ട് നമ്മുടെ എയർഫോഴ്സിനെ കുറിച്ചിട്ടാണ്. ഇത് എയർ പവർ യൂസ് ഡിസ്കോഴ്സ് ആൻഡ് ഓപ്പറേഷൻ സിന്ദൂർ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഓപ്പറേഷൻ സിന്ദൂർ നമ്മുടെ ഓപ്പറേഷൻ ക്യാരി ഔട്ട് ചെയ്ത സമയത്ത് അത് ആക്ച്വലി ഇൻഡിക്കേറ്റ് ചെയ്ത ഒരു സ്ട്രാറ്റജിക് ഷിഫ്റ്റാണ്. ഇതിനു മുമ്പ് വരെ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് ഇത്ര പ്രോ ആക്റ്റീവായിട്ട് നിന്നിട്ടില്ല. മീൻസ് മുമ്പുള്ള വാർ സമയത്തൊക്കെ വാറിൻ്റെ മൊമെൻറ്റിലായിരുന്നു അവർ ആക്റ്റീവായിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ ഓർഡർ പറയുന്നത് ഇതൊരു പ്രോ ആക്റ്റീവ് ഡിഫൻസ് സിസ്റ്റത്തിലോട്ട്, അതായത് പ്രിവെൻഷൻ, പ്രീഎംഷൻ ആൻഡ് പണിഷ്മെൻറ്റ്. അപ്പോൾ ആദ്യമേ നമ്മൾ ശത്രുവിൻ്റെ സൈഡിൽ നിന്നുള്ള മിസൈലിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പും അതിനുശേഷം അത് പ്രീഎംറ്റീവ് സ്ട്രൈക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പും പിന്നെ പണിഷ്മെൻ്റ് എന്നുള്ള രീതിയിൽ ഫുൾ ഓൺ വാറിലോട്ട് പോകുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ആക്ച്വലി ഇന്ത്യൻ എയർഫോഴ്സിൽ കറൻ്റ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ലേറ്റസ്റ്റ് ടെക്നോളജിയുടെ ഒരു ഡെമോൺസ്ട്രേഷനും കൂടി ആയിരുന്നു. ഇപ്പോൾ 5th ജനറേഷൻ ആയിട്ടുള്ള ഫൈറ്റേഴ്സിൻ്റെയും അതേപോലെ മിസൈൽസിൻ്റെ ഒക്കെ ഒരു കേപ്പബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഓദർ പിന്നും പറയുന്ന കറൻ്റ് നമുക്ക് നമ്മൾ ഇത്ര ടെസ്റ്റൊക്കെ ചെയ്തുവെങ്കിൽ അങ്ങോട്ട് ഫ്യൂച്ചറിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഭയങ്കര ഹെവിയാണ്. അപ്പോൾ ഇത് നമ്മുടെ കേപ്പബിലിറ്റിയെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നതാണ് ആക്ച്വലി ഓദർ പറയുന്നത്. പിന്നെ മെയിൻ റീസൺ ഇനി അങ്ങോട്ട് ചൈന പാക്ക് നെക്സസ് ഉണ്ടാവും. അപ്പോൾ ആ നെക്സസ് ഓവർകം ചെയ്യണമെങ്കിൽ ഇനി നമുക്ക് അഡ്വാൻസ് ടെക്നോളജി നമ്മൾ ഇന്ത്യൻ എയർഫോഴ്സിലോട്ട് നമ്മൾ ഇൻവൈബ് ചെയ്യണമെന്നാണ് ഓദർ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആസ്പെക്റ്റിൽ നമുക്ക് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോക്കാം. അതിൽ ഫസ്റ്റ് വന്നിട്ട് IAF ഡോക്ട്രിൻ ആൻഡ് റോൾ ഇൻ സബ് കൺവെൻഷൻ വാർഫെയർ. അപ്പോൾ IAFിൻ്റെ ഇപ്പോഴത്തെ ഡോക്ട്രിൻസും അതിൻ്റെ വാർഫെയർ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റാണ്. ദ IAF ഡോക്ട്രിൻ ഇൻക്ലൂഡ്സ് കൗണ്ടർ ടെററിസം ആൻഡ് ലിമിറ്റഡ് എയർ സ്ട്രൈക്ക്. ഓർത്തോണം, ലിമിറ്റഡ് എയർ സ്ട്രൈക്കാണ്. അതായത് നമുക്ക് ഇങ്ങോട്ട് അറ്റാക്ക് ഉണ്ടെന്നുള്ള ഇത് വരുന്ന സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ തിരിച്ചൊരു അറ്റാക്ക്. ദെൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചേഞ്ച് എന്ന് വെച്ചാൽ പ്രിസിഷൻ സ്ട്രൈക്ക്. ബലാക്കോട്ട് അറ്റാക്കിന് ശേഷം പ്രിസിഷൻ സ്ട്രൈക്കിൻ്റെ ഒരു പാർട്ടാണ്. ഫോക്കസ് ഓഫ് ടെക്നോളജി, ജോയിൻറ്റ് ഓപ്പറേഷൻ ആൻഡ് പൊളിറ്റിക്കൽ അപ്രൂവൽ ഫോർ മിഷൻ. ഇതാണ് മെയിനായിട്ട് ഡോക്ട്രിൻസിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഇന്ത്യൻ എയർഫോഴ്സിൽ ഇപ്പം ഇൻഡക്ട് ചെയ്തിട്ടുള്ള 5th ജനറേഷൻ ഫ്ലൈറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സുഖോയ് റഷ്യ എന്നുള്ളതാണ്. പിന്നെ F-35 USA എന്നതാണ്. J-31 ഫ്രം ചൈന ആൻഡ് HAL FGFA ഇൻഡിജിനിയസ്ലി മേഡാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഈ ഒരു ന്യൂസ് അനാലിസിസിലുള്ള ജസ്റ്റ് ഈ ഒരു ഫൈറ്റ്സിനെ കുറിച്ചും 5th ജനറേഷൻ ഫ്ലൈറ്റ്സിനെ കുറിച്ചൊക്കെ ഒരു ബേസിക് ഐഡിയ ഉണ്ടാവണം. ഇപ്പോൾ ഇന്നലത്തെ പ്രിലിംസ് എക്സാമിനാണെങ്കിൽ കൂടി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിഫൻസ് ആംഗിളിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങോട്ട് ഡിഫൻസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ന്യൂസ് ബ്രീഫിലോട്ട് പോകാം. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് വന്നിട്ട് നമ്മുടെ വുമൻ സെൻട്രിക് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. സോഷ്യൽ ജസ്റ്റിസ് ആംഗിൾ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. പിന്നെ ഇത് പർട്ടിക്കുലർലി ഒരു സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ട് തമിഴ്നാടിനെ ബേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓദർ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ വുമൻസിന് വേണ്ടി ഒരുപാട് സ്കീംസ് ഗവൺമെൻറ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ സ്കീംസിൻ്റെ അടുത്ത് എന്തുണ്ട്, ഒരു ഗ്യാപ്പ് ഉണ്ട്. എന്തിനെ ബേസ് ചെയ്തിട്ട്? അതിൻ്റെ എക്സിക്യൂഷനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് സ്കീംസ് ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര എക്സിക്യൂഷൻ സ്ഥലത്ത് ഭയങ്കര ഡിലേ ആണ്. മെയിനായിട്ട് ഈ ഡിലേ റെഡ് ടേപ്പിസം കറപ്ഷനും ഒക്കെയാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് ഡിലേ വരാൻ വേണ്ടിയിട്ടുള്ളത്.
ഇതേപോലെ ഓതർ ഓൾറെഡി പറയുന്നുണ്ട്, ഇതിന് മുമ്പ് കുറച്ച് സ്കീംസ് നല്ല സക്സസ്ഫുൾ ആയിരുന്നു. അതിന് ഇമ്പോർട്ടൻറ്റ് സ്കീമിൻ്റെ പേര് പറയുകയാണെങ്കിൽ ക്രേഡിൽ ബേബി സ്കീം, ആൾ വുമൻ പോലീസ് സ്റ്റേഷൻ, 50% ലോക്കൽ ബോഡി റിസർവേഷൻ ഫോർ വുമൻ. ഇതൊക്കെ ഓൾറെഡി അവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്കീമായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ വുമൻ സെൻട്രൽ സ്കീം ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ സിസ്റ്റമിക് റിഫോംസ് വേണം. അതായത് സിംബോളിസം എന്നുള്ള രീതി സ്കീം ഉണ്ട് എന്ന് പറഞ്ഞ സിംബോളിസത്തിനെ കാട്ടി ഒരു സിസ്റ്റമിക് റിഫോംസ് ആവശ്യമാണ്. എംപവർമെൻറ്റ് റിക്വയർ റിലയബിൾ സിസ്റ്റം, നോട്ട് ജസ്റ്റ് അനൗൺസ്മെൻറ്റ്. എന്നാലേ നമുക്ക് എന്താ പറയുക എഫിഷ്യൻറ്റ് അക്കൗണ്ടബിൾ ആയിട്ടുള്ള വെൽഫെയർ ഗവർണൻസ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് മെയിനായിട്ട് ഓതർ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അത്ര ഒരു ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ കേസ് സ്റ്റഡി ആംഗിളിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കേസ് സ്റ്റഡി ആംഗിളിൽ ഇന്ന സ്കീം വുമൻ സെൻട്രിക് ആയിട്ട് നടക്കുന്നു എന്നുള്ളത് മെൻഷൻ ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു റീജിയൻ സ്പെസിഫിക് ആയിട്ട് ഇമ്പോർട്ടൻറ്റ് സ്കീംസ് ആണ്. അപ്പോൾ ഏതൊക്കെ സ്കീംസ് എന്നാണ് പറയുന്നത്? ക്രേഡിൽ ബേബി സ്കീമുണ്ട്, അമ്മ ഫ്രീ ബൈസിക്കിൾ സ്കീം, ആൾ വുമൻ പോലീസ് സ്റ്റേഷൻ, അങ്ങനെ കുറേ സ്കീംസാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് വുമൻ എംപവർമെൻറ്റ് ആംഗിളിൻ്റെ മെയിൻ ഡയമെൻഷനാണ്. അപ്പോൾ ഏതൊക്കെ ഡയമെൻഷനാണ് ഒരു വുമൻ എംപവർമെൻറ്റ് എന്നൊരു തീം എടുക്കുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്? ഫസ്റ്റ് വന്നിട്ട് എബിലിറ്റി ടു മേക്ക് ഡിസിഷൻ ആൻഡ് ഇൻഫ്ലുവൻസ്. ഇപ്പോൾ ഡിസിഷൻ എടുക്കുക, അത് ഇൻഫ്ലുവൻസ് ചെയ്യുക, അത് എബിലിറ്റിയാണ് ആക്ച്വലി ഫസ്റ്റ് വരുന്നത്. അതായത് ഒരു വുമൻ്റെ ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റി എൻഹാൻസ് ചെയ്യുക. സെൽഫ് പെർസെപ്ഷൻ ആൻഡ് പേഴ്സണൽ ഫ്രീഡം. അപ്പോൾ ഒരു പേഴ്സണൽ ഫ്രീഡം അല്ലെങ്കിൽ പേഴ്സണൽ ലിബർട്ടി ആംഗിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്സസ് ടു ആൻഡ് കൺട്രോൾ ഓവർ റിസോഴ്സ്. ആക്സസും റിസോഴ്സിനും കൺട്രോൾ ഉണ്ടാവുക. സപ്പോർട്ട് ഫ്രം സോഷ്യൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ സോഷ്യൽ ക്യാപിറ്റൽ എൻഹാൻസ് ചെയ്യുക. അപ്പോൾ ഈ ഇത്രയും ആംഗിളിലാണ് ആക്ച്വലി വുമൻ എംപവർമെൻറ്റ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. ഒന്ന് ഡിസിഷൻ മേക്കിംഗ് ഉള്ളതും, പിന്നെ ഫിനാൻഷ്യൽ ലിബർട്ടി, ദെൻ കൺട്രോൾ ഓവർ റിസോഴ്സസ്, ദെൻ സോഷ്യൽ നെറ്റ്വർക്ക്. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ സ്കീം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഇനിഷ്യേറ്റീവ് ഉണ്ട് ഇന്ത്യയിൽ ആക്ച്വലി വുമൻ സെൻട്രിക് ആയിട്ടുള്ള. അത് ഓരോന്നും ഇപ്പോൾ 8 സ്കീംസ് പറയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് വൺ സ്റ്റോപ്പ് സെൻറ്റർ, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ലാഖ്പതി ദീദി സ്കീം ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സ്വതർഗ്രഹ സ്കീമുണ്ട്, വർക്കിംഗ് വുമൻ ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ഹൈ ഇമ്പോർട്ടൻ്റ് ആണ്. മഹിള ഇ ഹാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. നാരി ശക്തി പുരസ്കാരം കൊണ്ടുവരുന്നുണ്ട്. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന മെയിനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീംസ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള മെയിൻ സ്കീംസ് ഇനിഷ്യേറ്റീവ് സെൻട്രൽ ഗവൺമെൻറ് ലെവലിൽ വുമൻ സെൻട്രിക് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ ഒരു ന്യൂസ് നമുക്കൊരു കേസ് സ്റ്റഡി ആംഗിളിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മെയിനായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന GS2 ഇഷ്യൂസ് വിത്ത് വെൽഫെയർ സ്കീം ഇംപ്ലിമെൻറ്റേഷൻ, ദെൻ റോൾ ഓഫ് വുമൻ സെൻട്രിക് പോളിസി ഇൻ ഗവർണൻസ് എന്നുള്ള ആംഗിളിൽ കണക്ട് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഈ ന്യൂസിൽ മെയിൻ ബ്രീഫ് ഔട്ട് ആയിട്ടുള്ള. നമുക്ക് അടുത്ത ന്യൂസിലോട്ട് പോകും. ഓക്കെ, നമുക്ക് അടുത്ത ന്യൂസിലോട്ട് പോകാം. അടുത്ത ന്യൂസ് വന്നിട്ട് ഫ്രോണ്ടിയർ ഓഫ് പ്രോഗ്രസ് എന്നാണ് ഹെഡിങ് ഉള്ളത്. ആക്ച്വലി ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. കാരണം ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് ഒരു റീജിയൻ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ്. ഇത് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് റീജിയനാണ്. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ മെയിൻലാൻഡ് ഇന്ത്യൻ ജോഗ്രഫിക്കൽ ആംഗിളിൽ നിന്ന് ഇച്ചിരി വിട്ടുമാറി നിൽക്കുന്ന ഒരു ജോഗ്രഫിക്കലാണെങ്കിലും കൾച്ചറലാണെങ്കിലും ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു റീജിയനാണ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓതർ മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ നോർത്ത് ഈസ്റ്റിൽ മെയിനായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കോൺഫ്ലിക്റ്റ് എന്ന് വെച്ചാൽ ഡെവലപ്മെൻറ്റ് വേഴ്സ് ഡൈവേഴ്സിറ്റി ടെൻഷനാണ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് റീജിയൻ ഓൾറെഡി ഇപ്പോൾ കുറച്ച് ഡെവലപ്മെൻറ്റ് ഫേസിലാണ്. ഒരുപാട് സ്കീംസ് കൊണ്ടുവരുന്നുണ്ട്, ഗവൺമെൻറ് അവരെ നല്ല രീതിയിൽ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അവിടെ എന്താണ് ഒരു ഡൈവേഴ്സിറ്റിയുടെ ടെൻഷനുണ്ട്, അല്ലെങ്കിൽ ഒരു എത്നിക് കോൺഫ്ലിക്റ്റും ഇൻ്റർസ്റ്റേറ്റ് ബോർഡർ ഡിസ്പ്യൂട്ടൊക്കെ ഒരുപാടുണ്ട്. അത് ആ ഒരു റീജിയൻ്റെ സ്റ്റെബിലിറ്റി ഹൈലി ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഇത് സെറ്റിൽ ഡൗൺ ചെയ്യാൻ എന്തൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്തെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പീസ് ഇനിഷ്യേറ്റീവ്, പോളിസി ഷിഫ്റ്റ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ബോഡോ അക്കോർഡ്, ബ്രൂസ് സെറ്റിൽമെൻറ്റ്, പാർഷ്യൽ വിഡ്രോവൽ ആഫ്സ്പ. അതെല്ലാം ഒരു ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പീസ് ഇനിഷ്യേറ്റീവാണ്. പക്ഷേ സ്റ്റിൽ അതിൻ്റെ അകത്തൊരു മെയിൻ ഇഷ്യൂസ് വരുന്ന നാഗ പീസ് ടോക്കൊക്കെ ഇപ്പോഴും സ്റ്റോൾഡാണ്. അപ്പോൾ ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഈ നോർത്ത് ഈസ്റ്റ് റീജിയൻ ഇത്ര സിഗ്നിഫിക്കൻസ് ആയിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലൊക്കേഷൻ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ്. കാരണം ഇത് നമുക്കൊരു സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലോട്ടുള്ളൊരു ഗേറ്റ് വേ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആക്ട് ഈസ്റ്റ് പോളിസി അല്ലെങ്കിൽ നമ്മുടെ ഡിപ്ലോമസിയിലെ ആക്ട് ഈസ്റ്റ് പോളിസിയിൽ ഒരു ക്രിട്ടിക്കൽ റോൾ പ്ലേ ചെയ്യുന്ന ഒരു റീജിയൻ ഏരിയയാണ് ആക്ച്വലി അത് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റീജിയൻ ഡെവലപ്മെൻറ്റ് ആക്ച്വലി നമുക്ക് അങ്ങോട്ടുള്ള കണക്ടിവിറ്റിയും നമ്മുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്തായാലും. പക്ഷേ കറൻ്റ് ഈ ഒരു ഇൻറ്റർണൽ കോൺഫ്ലിക്റ്റും അതേപോലെ എൻവയോൺമെൻറ്റൽ കൺസേൺ ഉണ്ട്. ഈ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ് ഒക്കെ വന്നിട്ട് ഈ കൺസേണും കൂടെ അഡ്രസ്സ് ചെയ്താൽ നമുക്ക് ലോങ് ടൈമിൽ ആ റീജിയനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് ഓതർ മെയിനായിട്ട് പറയുന്നത്.
അപ്പോൾ ഈ റീജിയൻ സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെ പ്രിലിംസ് പോയിന്റിൽ ഇമ്പോർട്ടൻ്റ് പോയിന്റേഴ്സ് ഉണ്ടെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. പ്രിലിംസ് ഫോക്കസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് വർക്ക് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് സെലാർ ടണൽ. ഇതൊരു ഓൾ വെതർ ടണലാണ്. എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? അരുണാചൽ പ്രദേശാണ്. ഇത് മാർച്ച് 2027 ഓപ്പറേഷനിലായിരുന്നു. ഇത് മെയിൻ എയ്ഡ് ചെയ്യുന്നത് എന്തിനാണ്? ലോജിസ്റ്റിക്സിൻ്റെയും സിവിലിയൻ കണക്ടിവിറ്റിയാണ് മെയിനായിട്ട് എയ്ഡ് ചെയ്യുന്നത്, എസ്പെഷ്യലി ബോർഡർ പോസ്റ്റ് തവാങ് റീജിയൻ. ഇതേപോലെ അടുത്തൊരു കീവേഡാണ് ഭൂപൻ ഹസാരിക ബ്രിഡ്ജ്, അല്ലെങ്കിൽ ധോള സാദിയ ബ്രിഡ്ജ് എന്ന് പറയും. ഈ ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇന്ത്യസ് ലോങ്ങസ്റ്റ് ബ്രിഡ്ജ്. അത് ഏത് റിവറിൻ്റെ കൂടെ പോകുന്ന? ബ്രഹ്മപുത്ര റിവർ ഇൻ ആസാമിൽ കൂടെ. മെയിൻ എയിം എന്ന് വെച്ചാൽ ഇറ്റ് ഇംപ്രൂവ്സ് കണക്ടിവിറ്റി, ട്രേഡ് ആൻഡ് മിലിറ്ററി മൂവ്മെൻറ്റ് ഇൻ നോർത്ത് ഈസ്റ്റ്. നോർത്ത് ഈസ്റ്റ് ഗ്യാസ് ഗ്രിഡ് ഇമ്പോർട്ടൻ്റ് ആണ്. പൈപ്പ് ലൈൻ നെറ്റ്വർക്ക് ടു സപ്ലൈ നാച്ചുറൽ ഗ്യാസ് അക്രോസ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്, റെഡ്യൂസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ഇമ്പോർട്ടൻറ്റ് ഫ്യൂൽ. ദെൻ കംസ് ബോർഡ് ഓഫ് പീസ് അക്കോർഡ് signed in 2020 between government and Bodo groups, grants political and economic right to Bodo people. Then Bru settlement. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബ്രൂ കമ്മ്യൂണിറ്റി ഏത് സ്റ്റേറ്റിൽ നിന്നാണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്? ത്രിപുര എന്നാണ്. അപ്പോൾ അവരുടെ സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റായിട്ട് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ വേർഡ്സ് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ മെയിൻസ് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 2 ഫെഡറൽ ചാലഞ്ചസിൽ നമ്മൾ കണക്ട് ചെയ്യാം. GS പേപ്പർ 3 ഇന്റേണൽ സെക്യൂരിറ്റി ആംഗിളിൽ മെയിനായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതാണ് ഈ ന്യൂസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമുക്ക് അടുത്ത ന്യൂസിലോട്ട് പോകും. സോ നെക്സ്റ്റ് ന്യൂസ് ഹെഡ്ലൈൻ വന്നിട്ട് ടൈം ഫോർ ന്യൂ ഇന്ത്യ ആഫ്രിക്ക ഡിജിറ്റൽ കോമ്പാക്റ്റ് ആണ്. അതായത് ഇന്ത്യ ആഫ്രിക്ക ഡിപ്ലോമാറ്റിക് റിലേഷനാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഓദർ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണ്? ഇന്ത്യസ് ലിവറേജിംഗ് ഈസ് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ മോഡൽ ഓദർ UP ആൻഡ് കോവിഡ്. അതായത് ഇന്ത്യ ഇപ്പോൾ കറന്റ് ഒരു ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് മെയിൻ കമ്പോണൻസ് വന്നിട്ട് നമ്മുടെ ആധാർ സിസ്റ്റം മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്, UP ഇമ്പോർട്ടൻ്റ് ആണ്, കോവിൻ അത് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഇതിനെയൊക്കെ ഇമ്പോർട്ട് വെച്ചിട്ട് നമ്മൾ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ മോഡൽ നമുക്ക് ആക്ച്വലി ഒരു സ്ട്രാറ്റജിക് ലെവറേജിങ് ടൂളായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഈ ആഫ്രിക്ക പോലുള്ള നേഷൻസ് റീജിയൻസുമായിട്ട് നമ്മുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഇത് യൂസ് ചെയ്യുമ്പോൾ എന്താ ഒരു ഹെൽപ്ഫുൾ ആവുന്നതെന്ന് വെച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് ഡീപ്പൺ ആവും, ഇൻക്ലൂസീവ് ആവും, ടെക് ഡ്രിവൻ ഡിപ്ലോമസിയിലോട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഷിഫ്റ്റിലോട്ട് പോകുമ്പോഴുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ആ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഡിപ്ലോമാറ്റിക് ഫുട് പ്രിൻ്റ് ഉള്ളത് ചൈനയ്ക്കാണ്. പക്ഷേ ചൈന അവിടെ ഹെവി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആംഗിളാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറി ഇച്ചിരി കൂടെ ഇൻക്ലൂസീവ് ആയിട്ട് കുറച്ചും കൂടെ പീപ്പിളിലോട്ട് ഇറങ്ങി ചെന്നിട്ട് ഒരു ഡെവലപ്മെൻറ്റ് പോസിബിലിറ്റി ഉള്ള ഒരു ഏരിയയാണ് ആക്ച്വലി ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും ഓദർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് സ്റ്റിൽ ദെയർ ആർ ലോട്ട് ഓഫ് ചാലഞ്ച്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ട്, ലാക്ക് ഓഫ് റിലയബിൾ എനർജി, ജെൻഡർ ബേസ്ഡ് ഡിജിറ്റൽ ആക്സസ് ഗ്യാപ്പ്, ഇതെല്ലാം ഒരു മെയിൻ ഇഷ്യൂസാണ്. അതുപോലെ തന്നെ കപ്പാസിറ്റി ബിൽഡിങ്ങും അതുപോലെ സസ്റ്റൈനബിൾ പവറും ആക്ച്വലി ഇതിൻ്റെ ലോങ് ടേം സക്സസ്സിന് ഹെൽപ്ഫുൾ ആവുമെന്നാണ് അവർ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തത്. അപ്പോൾ ഇത് ഏറ്റവും റിലേറ്റഡ് ആയിട്ട് പ്രിലിംസ് ഫോക്കസ്ഡ് ആയിട്ട് എന്തൊക്കെ പോയിന്റേഴ്സ് ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് UP. ആക്ച്വലി നമ്മൾ വായിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് മീൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി വിടാറേ ഉണ്ടാവുള്ളൂ. ഇന്നലെ പ്രിലിംസ് എക്സാമിന് ഉണ്ടായിരുന്നു UP ഏതൊക്കെ രാജ്യങ്ങൾ കൊളാബറേറ്റഡ് ആണെന്നുള്ളത്. ഇപ്പോൾ ഡിപ്ലോമസി നോക്കുമ്പോൾ നമ്മൾ ടെക് ഡ്രിവൻ ഡിപ്ലോമസി ഒരു ഇമ്പോർട്ടൻറ്റ് തീമാണ് ആക്ച്വലി എക്സാമിന്. ഓക്കെ, ഇപ്പോൾ UP കൊളാബറേഷൻ വിത്ത് ഗാന ആൻഡ് നമീബിയ. അപ്പം നമ്മൾ UP കൊളാബറേഷൻ ഉണ്ട് ആരുമായിട്ട്? ഗാനയും നമീബിയയായിട്ട്. ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ ഇറ്റ് എനേബിൾസ് ഇൻസ്റ്റൻറ്റ് ആൻഡ് ലോ കോസ്റ്റ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ എനേബിൾ ചെയ്യും. അതേപോലെ നമ്മുടെ ട്രേഡും റെമിറ്റൻസും ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും. അനദർ ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് നമ്മുടെ എഡ്യൂക്കേഷൻ സൈഡിൽ IIT മദ്രാസ് സാൻസിബാർ ക്യാമ്പസ് ഉണ്ട്. സാൻസിബാർ ആഫ്രിക്കയിൽ, IIT മദ്രാസ് ചെന്നൈയിൽ തമിഴ്നാട്ടിലുള്ളത്. അപ്പോൾ അവ തമ്മിൽ കൊളാബറേഷൻ ഉണ്ട് എഡ്യൂക്കേഷൻ ഫീൽഡിൽ. ദെൻ പാൻ ആഫ്രിക്ക നെറ്റ്വർക്ക്, ഇന്ത്യ ആഫ്രിക്ക ഒരു നെറ്റ്വർക്ക് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിലൊക്കെയാണ്? ടെലിമെഡിസിൻ, ടെലി എഡ്യൂക്കേഷൻ പ്രൊജക്റ്റിലാണ് മെയിനായിട്ട്. കണക്ട് ആഫ്രിക്കൻ കൺട്രീസ് വിത്ത് ഇന്ത്യ ഹോസ്പിറ്റൽസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ്. കറൻറ്റ്ലി ആരൊക്കെ ആയിട്ട് MOU സൈൻ ചെയ്തിട്ടുണ്ട്? സാംബിയ, നമീബിയൊക്കെ ആയിട്ട് MOU മെയിനായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മെയിൻസ് പേഴ്സ്പെക്റ്റീവിൽ GS പേപ്പർ 2 ഡിപ്ലോമാറ്റിക് സൈഡിലും GS പേപ്പർ 3 ഡിജിറ്റൽ ഡിവൈഡ് ബ്രിഡ്ജ് അല്ലെങ്കിൽ ടെക്നോളജി ഡിഫ്യൂഷൻ എന്ന് പറയാനും മെയിനായിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ന്യൂസിലോട്ട് പോകാം. നെക്സ്റ്റ് ന്യൂസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ സ്പേസ് സെക്ടർ പോളിസിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ തമിഴ്നാട് സ്റ്റേറ്റ് ഒരു ന്യൂ സ്പേസ് സെക്ടർ പോളിസി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ. അപ്പോൾ ഈ തമിഴ്നാട് മാത്രമല്ല, തമിഴ്നാട് ആക്ച്വലി തേർഡ് സ്റ്റേറ്റാണ്. ഇതിന് മുമ്പ് കർണാടക, ഗുജറാത്തിലും ഇതേപോലെ പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. സ്പേസ് സെക്ടർ അല്ലെങ്കിൽ സ്പേസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള പോളിസീസ്. Okay, after Karnataka and Gujarat, Tamil Nadu becomes the third state to have a state-specific space industrial policy. അതായത് സ്പേസ് സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇൻഡസ്ട്രീസിൻ്റെ ഇൻപുട്ട് കൊടുക്കുക, ആ ഫോർവേഡ് ലിങ്കേജ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡെവലപ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി മെയിൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓൾറെഡി തമിഴ്നാട്ടിൽ ISRO ഫെസിലിറ്റീസ് ഉണ്ട്, സ്പേസ് ടെക്നോളജി ഇൻക്യുബേഷൻ സെൻറ്റർ ഉണ്ട്, MOU വിത്ത് ഇൻ സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പോളിസി കൊണ്ടുവരുന്ന പോലെ എന്താ ഗുണമെന്ന് വെച്ചാൽ ഇറ്റ് പ്രൊവൈഡ് സബ്സിഡീസ്, ഇൻസെൻറ്റീവ്, സ്പേസ് ടെക് ആപ്ലിക്കേഷൻ ഇൻ ഗവർണൻസ്. സബ്സിഡീസ് കൊണ്ടുകൊടുക്കാൻ പറ്റും, സ്പേസ് ടെക് ആപ്ലിക്കേഷൻ ഇൻ ഗവർണൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് ആക്കി നോക്കാം. ഫസ്റ്റ് വൺ ഇന്ത്യൻ സ്പേസ് പോളിസിയാണ്. ഈ സ്പേസ് പോളിസി ഓഫ് 2023 ഇത് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നതെന്ന് വെച്ചാൽ ഇറ്റ് അലൗസ് പ്രൈവറ്റ് സെക്ടർ ഇൻ ഓൾ സ്പേസ് ആക്റ്റീവ്. അപ്പം പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പോട് കൂടിയിട്ട് ഉള്ള ഒരു ഇൻഫ്യൂഷനാണ് ആക്ച്വലി സ്പേസ് പോളിസി മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെഗുലേറ്ററി ആസ്പെക്റ്റ് ഉണ്ട്. ഇൻസ്പേസ് ഈസ് ദ റെഗുലേറ്റർ ആൻഡ് സിംഗിൾ വിൻഡോ ഏജൻസി. ഇൻസ്പേസ് ആണ് ആ ഒരു ഏജൻസിയുടെ പേരെന്ന് പറഞ്ഞാൽ ഫോക്കസ് ഓൺ കൊമേഴ്ഷ്യൽ ഗ്രോത്ത് ആൻഡ് ഇന്നോവേഷൻ. ഇതേപോലെ IRPC ആൻഡ് സെക്കൻഡ് സ്പേസ് പോർട്ട് അറ്റ് കുലശേഖരപട്ടണം. അപ്പോൾ IRPC ഡെവലപ്സ് അഡ്വാൻസ് റോക്കറ്റ് എഞ്ചിൻ. സെക്കൻഡ് സ്പേസ് പോർട്ട് എവിടെയാണ്? കുലശേഖരപട്ടണമാണ്, ഇവിടെ തമിഴ്നാട്ടിൽ. ഇറ്റ് ഈസ് എ സ്ലോ ഡൗൺ ശ്രീഹരികോട്ട സപ്പോർട്ട് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ചസ്. അപ്പോൾ ഇതിന് മുമ്പ് സാറ്റലൈറ്റ് മെയിനായിട്ട് ലോഞ്ച് ചെയ്യുന്ന ശ്രീഹരികോട്ട എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു വർക്ക് ലോഡ് ഒന്ന് കുറയ്ക്കുക എന്നുള്ളൊരു ആസ്പെക്റ്റാണ്. അതേപോലെ ഇമ്പോർട്ടൻ്റ് റോൾ ഓഫ് ഇൻസ്പേസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇൻസ്പേസിൻ്റെ മെയിൻ റോൾ എന്ന് വെച്ചാൽ ഇറ്റ് അപ്രൂവ്സ് ആൻഡ് മോണിറ്റേഴ്സ് പ്രൈവറ്റ് സ്പേസ് പ്രോജക്റ്റ്. അതുപോലെ STIC എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്യുബേറ്റ് സ്റ്റാർട്ടപ്പ് സപ്പോർട്ട്സ് R&D ഇൻ സ്പേസ് ടെക്. ഇത് രണ്ടിൻ്റെ മെയിൻ എയിം എന്ന് വെച്ചാൽ പ്രൊമോട്ട് ഇൻഡസ്ട്രി, അക്കാഡമി, ISRO കൊളാബറേഷൻ. ഇതാണ് മെയിനായിട്ട് എയിം എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 2 റോൾ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്, GS പേപ്പർ 3 സ്പേസ് ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ് ആസ്പെക്റ്റിലും മെയിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ന്യൂസ് മെയിൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്പേസ് പോളിസി ആൻഡ് ഇമ്പോർട്ടൻറ്റ് കീ പ്ലേയേഴ്സ്, ഏജൻസീസാണ് മെയിൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത ന്യൂസിലോട്ട്. നെക്സ്റ്റ് ന്യൂസ് വന്നിട്ട് പിന്നെ ഡിഫൻസ് ടെക്നോളജി ആസ്പെക്റ്റ് ഉള്ള ന്യൂസ്. അപ്പോൾ ഇത് മെയിനായിട്ട് ന്യൂസ് വരാൻ കാര്യം നമ്മുടെ DRDO ചീഫിൻ്റെ ഒരു കമൻറ്റാണ്. അപ്പോൾ അദ്ദേഹം കമൻറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഇൻഡിജിനിയസ് ഡിഫൻസ് സിസ്റ്റത്തിനെ എൻഹാൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഓപ്പറേഷൻ സിന്ദൂർ ഷോക്കേസ് പറഞ്ഞിട്ട്. ഓപ്പറേഷൻ സിന്ദൂർ ഷോക്കേസ് ഇൻഡിജിനിയസ് ഡിഫൻസ് സ്ട്രെങ്ത്, നമ്മുടെ ഇൻഡിജിനിയസ് ആയിട്ടുള്ള ഡിഫൻസ് സ്ട്രെങ്ത് നാച്ചുറൽ ഷോക്കേസ് ചെയ്തു. ഏത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് നമ്മൾ മൾട്ടി ലെയർഡ് എയർ ഡിഫൻസ് സിസ്റ്റം ആയിട്ടുള്ള ആകാശ് X-400 സ്പൈഡർ പോലുള്ള വെപ്പൺസ് ആക്ച്വലി ഹൈലി യൂസ്ഫുൾ ആയിരുന്നു. ഇത് നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഇവൻറ്റ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആക്ച്വലി ഡിമാൻഡ് വരുന്നത് നമ്മുടെ ഇൻഡിജിനിയസ് R&Dയും ഡിഫൻസ് എക്സ്പോർട്സും കൂട്ടുക എന്നുള്ളത്. ഡിഫൻസ് എക്സ്പോർട്ട് കൂടുമ്പോൾ നമ്മുടെ റവന്യൂ കൂടുകയും ഇൻഡിജിനിയസ് R&D ബൂസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ടെക്നോളജിയിൽ ഒരുപാട് ഇന്നോവേഷൻ കൊണ്ടുവരാനും ഇൻഡിജിനിയസേഷൻ ഓഫ് ടെക്നോളജി മെയിൻറ്റെയിൻ ചെയ്യാനും മെയിനായിട്ട് പറ്റും. അപ്പോൾ ഇത് എന്തിന് ഹെൽപ്ഫുള്ളാകും? വേവ് ഫോർ ഫാസ്റ്റർ ഇൻഡക്ഷൻ, ബൾക്ക് ഓർഡേഴ്സ്, പൊട്ടൻഷ്യൽ ഗ്രോത്ത് ഇൻ ഡിഫൻസ് എക്സ്പോർട്സ്. അതിന് വേണ്ടിയിട്ട് ആക്ച്വലി ഇപ്പോഴത്തെ നിശ്ചയ ടെക്നോളജിയിൽ നമുക്ക് ഫാസ്റ്റർ ഇന്നോവേഷൻ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അത് ആക്ച്വലി പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡിൽ നിന്ന് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ പുള്ള് ചെയ്യുക, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലോട്ട് പുള്ള് ചെയ്യുക എന്നുള്ളൊരു ആസ്പെക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഏരിയയിൽ. അപ്പോൾ ഇത്രയാണ് ആക്ച്വലി മെയിനായിട്ട് ഈ ഒരു ന്യൂസിൽ മെയിൻ ബ്രീഫ് ഔട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് പ്രിലിംസ് പോയിൻ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആയിരിക്കാൻ നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് വരുന്നത് ഫസ്റ്റ് ഈ ആകാശ് ഷോർട്ട് എയർ മിസൈൽ എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ ആകാശ് മിസൈൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലാണ്. അതിൻ്റെ റേഞ്ച് വന്നിട്ട് 45 കിലോമീറ്ററാണ്. ഇതെന്താ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്? എയർക്രാഫ്റ്റ്, ഡ്രോൺസ് ആൻഡ് ക്രൂസ് മിസൈൽസാണ്. സോ നെക്സ്റ്റ് ഒന്ന് വന്നിട്ട് S-400 ആണ്. ഇറ്റ്സ് എ റഷ്യാസ് ലോങ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം. ഇനി എത്ര കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ട്? ഇറ്റ് ക്യാൻ റേഞ്ച് അപ് ടു 400 കിലോമീറ്റർ. ഇത് മെയിനായിട്ട് ഏതുമായിട്ട് എൻഗേജ് ചെയ്യുന്ന എയർക്രാഫ്റ്റ്, മിസൈൽ ആൻഡ് UAV ആയിട്ടാണ്. അൺഐഡൻറ്റിഫൈഡ് ഏരിയൽ വെഹിക്കിൾസുമായിട്ട്. ദെൻ കംസ് ഇന്ത്യയുടെ മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ ഏതൊക്കെ മിസൈലുള്ള പൃഥ്വി, അഗ്നി, ആകാശ്, തൃശൂർ ആൻഡ് നാഗാണുള്ള ഫോക്കസ് ഓൺ സെൽഫ് റിലയൻസ് ഇൻ മിസൈൽ ടെക്. അപ്പോൾ സെൽഫ് റിലയൻസ് ആണ് മെയിൻ ഫോക്കസ്. ഇനി എയർ ഡിഫൻസ് ആർക്കിടെക്ചർ. അപ്പോൾ എയർ ഡിഫൻസ് ആർക്കിടെക്ചർ എന്ന് വെച്ചാൽ മൾട്ടി ലെയർഡ് ആണ്.
ലോങ് റേഞ്ച് S-400, മീഡിയം റേഞ്ച് ആകാശ് ഉണ്ട്. അതുപോലെ കമ്പൈൻ SIM വിത്ത് ആൻറ്റി എയർക്രാഫ്റ്റ് ആൻഡ് മെയിനായിട്ട് വരും. ഇപ്പോൾ മെയിൻ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് GS3 ഇൻഡിജിനൈസേഷൻ ഓഫ് ഡിഫൻസ് ടെക്നോളജി ആൻഡ് GS3യിൽ തന്നെ സ്പേസ് ടെക്നോളജിയിൽ നമുക്ക് മെയിനായിട്ട് കണക്ട് ചെയ്യാം, ഡിഫൻസ് ടെക്നോളജിയിൽ മെയിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ന്യൂസിൻ്റെ മെയിൻ ബ്രീഫായിട്ടുള്ളത്. നമുക്ക് അടുത്ത ന്യൂസിലോട്ട് പോകും. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് വന്നിട്ട് നമുക്ക് ജോഗ്രഫിക്കൽ പെർസ്പെക്റ്റീവിലുള്ള ന്യൂസാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് ഇപ്പോൾ ഒരു ഡേറ്റ ആണ് ആക്ച്വലി ഹൈലൈറ്റ് ചെയ്യുന്നത്. നമ്മുടെ കോസ്റ്റ് ലൈനിൻ്റെ ലെന്ത് ആക്ച്വലി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് റിവൈസ്ഡ് ഇന്ത്യൻ കോസ്റ്റ് ലൈൻ ഡേറ്റ പുറത്ത് വിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി എന്താ റിഫ്ലക്റ്റ് ചെയ്യുന്നത്? ഇറ്റ് റിഫ്ലക്റ്റിംഗ് ഇംപ്രൂവ്ഡ് മെഷർമെൻറ്റ് പ്രിസിഷൻ, നോട്ട് എനി ടെറിട്ടോറിയൽ ചേഞ്ച്. അതായത് നമ്മൾ ടെറിട്ടറിക്ക് മാറ്റമൊന്നുമില്ല, പക്ഷേ നമ്മുടെ മെഷർമെൻറ്റ് കൂടെ പ്രിസൈസ് ആയി. എങ്ങനെ നമ്മൾ സ്പേസ് ടെക്നോളജിയുടെ ഇൻപുട്ടും ഉണ്ട്, ഡാറ്റ അനലിറ്റിക്സിൻ്റെ ഇമ്പാക്റ്റും ഉണ്ട്. അപ്പോൾ ഇതിന് ആക്ച്വലി പറയുന്നൊരു സയൻറ്റിഫിക് ടേംസിൽ പറയുന്നൊരു പേരുണ്ട്, കോസ്റ്റ് ലൈൻ പാരഡോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈം മെയിനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള റിച്ചാർഡ്സൺ ആണ്. അത് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള മാൻഡൽ ബ്രോട്ട് ആണ് മെയിനായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ കോസ്റ്റ് ലൈൻ ലെന്ത് ഇൻക്രീസസ് വിത്ത് ഫൈനൽ മെഷർമെൻറ്റ് സ്കെയിൽ. അതായത് നമ്മുടെ മെഷർമെൻറ്റ് വളരെ നല്ല രീതിയിൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് കോസ്റ്റ് ലൈൻ ഇൻക്രീസ് ചെയ്തെന്ന് കാണാൻ പറ്റും. ആ ഒരു പാരഡോക്സിനാണ് ആക്ച്വലി എന്ത് പറയുന്നത്, കോസ്റ്റ് ലൈൻ പാരഡോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോളിസി സൈഡിലും സെക്യൂരിറ്റി സൈഡിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഫസ്റ്റ് ഒന്ന് വന്നിട്ട് മാരിടൈം സെക്യൂരിറ്റി, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആംഗിൾ, ഫിഷിംഗ് റൈറ്റ്, ക്ലൈമറ്റ് വൾനറബിലിറ്റി, എല്ലാ ഏരിയയിലും നമുക്ക് മെയിനായിട്ട് ഇത് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ന്യൂസ് ബ്രീഫിൽ മെയിനായിട്ട് വരുന്നത്. നമുക്കിനി പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ മെഷർമെൻറ്റ് യൂസ് ചെയ്ത ടൂൾസ് ഏതൊക്കെയെന്നുള്ള ഫസ്റ്റ് വൺ GIS, ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ഇമ്പോർട്ടൻറ്റ് ടൂളാണ്. മാപ്സും സ്പേഷ്യൽ അനാലിസിസും യൂസ് ചെയ്തിട്ട് ദെൻ കം ലിഡാർ, അത് ആക്ച്വലി ലേസർ യൂസ് ചെയ്തിട്ടുള്ള ഫോട്ടോഗ്രാഫി കീപ്പ് ചെയ്തിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. എസ്പെഷ്യലി ഹൈ റെസൊല്യൂഷൻ, എലിവേഷൻ ആൻഡ് കോസ്റ്റ് ലൈൻ ഡാറ്റ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതിങ്ങനെ അയച്ചു പോകണം. റിയൽ വേൾഡിൻ്റെ പിക്ക് ഉണ്ടാവും, അതിന് GS ലേയേഴ്സായിട്ട് പിക്ചർ, ഹൈ പ്രിസൈസ് പിക്ചർ എടുക്കുന്നുണ്ടാവും. അത് പിന്നെ ഡാറ്റ ഏരിയയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഈസ് സാറ്റലൈറ്റ് ആൾട്ടിമെട്രി. ഇത് മെയിനായിട്ട് സീ സർഫസ് ഹൈറ്റ് മെയിനായിട്ട് മെഷർ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് കീവേഡാണ് കോസ്റ്റൽ പാരഡോക്സ്. അതായത് നമ്മൾ മെഷർമെൻറ്റ് പ്രിസൈസ് ആയി എടുക്കുമ്പോൾ നമുക്ക് കോസ്റ്റ് ലൈൻ ലെന്ത് ഇൻക്രീസ് ആയതായി തോന്നും. അപ്പോൾ ആ ഒരു ഫിനോമിനയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റ് ലൈൻ പാരഡോക്സ് ആയിട്ട് പറയുന്നത്. Then comes National Hydrographic Office. This conducts hydrographic survey and nautical charting മെയിനായിട്ട് ക്യാരി ഔട്ട് ചെയ്യും. പബ്ലിഷസ് charts, trains personnel, support maritime safety. Then Survey of India role. സർവേ ഓഫ് ഇന്ത്യയുടെ ഇമ്പോർട്ടൻറ്റ് റോൾ ഇതിലുണ്ട്. മെയിനായിട്ട് നാഷണൽ മാപ്പിംഗ് ഏജൻസി ഫോർ ജിയോസ്പേഷ്യൽ ഡേറ്റയ്ക്ക് പ്രൊവൈഡ്സ് ടോപ്പോഗ്രാഫിക് മാപ്സ് ആൻഡ് ബൗണ്ടറി സർവീസ്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസ് എന്ന് വെച്ചാൽ GIS, ലിഡാർ, റിമോട്ട് സെൻസിങ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ GS പേപ്പർ 1 ജോഗ്രഫിക്കൽ ഫിനോമിനലിലും നമ്മൾ GS പേപ്പർ 3 ആപ്ലിക്കേഷൻ ഓഫ് ടെക്നോളജി ആംഗിളും മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ബ്രീഫ് ഇന്നുണ്ടായിട്ടുള്ളത്. അപ്പം നമ്മൾ 2-3 ആംഗിളുള്ള ന്യൂസ് നോക്കി. ഡിഫൻസ് ഏരിയയിലുള്ള ന്യൂസ് ഉണ്ടായിരുന്നു, അതേപോലെ വുമൺ സെൻട്രിക് ആയിട്ട് സോഷ്യൽ ജസ്റ്റിസ് ആംഗിളിൽ ന്യൂസ് ഉണ്ടായിരുന്നു, നോർത്ത് ഈസ്റ്റ് റീജിയൻ സ്പെസിഫിക് ന്യൂസ് ഉണ്ടായിരുന്നു, ഡിപ്ലോമസി ആംഗിളിൽ ഇന്ത്യ ആഫ്രിക്ക റീജിയൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. ദെൻ ഡിഫൻസ് സിസ്റ്റം ആംഗിളിൽ ഇൻഡിജിനൈസേഷൻ എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് ന്യൂസ് മെയിനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ന്യൂസിൻ്റെ ബ്രീഫ് നിങ്ങൾക്ക് ഇന്നത്തെ ന്യൂസിൻ്റെ കൂടെ ആഡ് ചെയ്യുക, പോയിൻറ്റ്സ് നോട്ട് ഡൗൺ ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമുക്ക് നെക്സ്റ്റ് ടൈം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂസിൻ്റെ അനാലിസിലോട്ട് വീണ്ടും കാണാം. സോ താങ്ക് യു.